ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടേസ്റ്റ് ക്വസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പൗണ്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. സ്ട്രോബെറി ഫ്ലേവറിലാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു കേക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചായ തിളക്കുമ്പോഴേക്ക് സ്നാക്ക് റെഡി എന്ന് പറയുന്നത് പോലെ നമുക്കൊരു കേക്കിനെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ള കേക്ക് മേക്കർ. ഇത് ഓൾസൺ മാർക്കിൻ്റെ ഇലക്ട്രിക് കേക്ക് മേക്കറാണ്. ഇത് 1600 വാട്ട് ഉണ്ട്. പിന്നെ എന്താ പറയുക, 2 ഇയേഴ്സ് വാറൻറ്റി ഉണ്ട്. ഓൾസൺ മാർക്കിൻ്റെ എല്ലാ പ്രൊഡക്റ്റിനും അവർ 2 ഇയേഴ്സ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഓൾസൺ മാർക്കിൻ്റെ ചോപ്പറിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഓൾസൺ മാർക്കിൻ്റെ എല്ലാം. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കുക, എന്തായാലും ഉപകാരപ്പെടും. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേക്ക് മേക്കർ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നല്ല ഈസിയാണ്. ഓവനൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് ഒരു കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറേ സമയം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ചിട്ട് ഒരു 45 മിനിറ്റൊക്കെ ബേക്ക് ചെയ്താലാണ് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതൊരു 10 മിനിറ്റ് മതി. പിന്നെ ഇങ്ങനെ പൗണ്ട് കേക്കാണ് ഇതിൻ്റെ ഷേപ്പ് ഇതായതുകൊണ്ട് ഇങ്ങനത്തെ കേക്ക്സാണ് ഇതിൽ കിട്ടുക. അതുകൊണ്ട് നമുക്കൊരു ടീ കേക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്ന നോക്കാം. അപ്പം ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാനൊരു സ്ട്രോബെറി കേക്ക് മിക്സാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 125 ഗ്രാം ഉള്ളൊരു കേക്ക് മിക്സാണ്. അതിൽ ഒരു 100 ഗ്രാം ബട്ടറും വേണം. അപ്പോൾ ഒരു 200 ഗ്രാമിൻ്റെ ബട്ടറായിരുന്നു. അത് പകുതി ഒന്ന് മുറിച്ചിട്ട് 100 ഗ്രാം ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 എഗ്ഗാണ്. അതുകൂടി ഈ കേക്ക് മിക്സിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് വാം മിൽക്കാണ്. ഇളം ചൂടുള്ള പാല് അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്പീഡ് കുറച്ചിട്ടും പിന്നെ സ്പീഡ് കൂട്ടിയിട്ടും ഒരു 5 മിനിറ്റോളം ഒന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും മതി. നമ്മളെ കേക്ക് മിക്സ് ഒന്ന് നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിക് കേക്ക് പാന് ഒന്ന് ബട്ടർ വെച്ചിട്ട് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓണാക്കിയിട്ട് കുറച്ചൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഉണ്ട്. അപ്പോൾ ഹീറ്റായി കഴിഞ്ഞാൽ ഈ ഗ്രീൻ ലൈറ്റ് മാത്രമാവും. അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് പാന് നന്നായിട്ട് പ്രീ ഹീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കേക്ക് മിക്സ് നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടക്കാം. ഇനി ചെയ്യേണ്ടത് നേരെ ഓപ്പോസിറ്റേക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുക. എന്നിട്ടിങ്ങനെ ലോക്കാക്കി അവിടെ വെക്കുക. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് റെഡിയാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ കേക്ക് റെഡിയായോ നോക്കാം. അതിനു വേണ്ടി നമുക്ക് ഈ ലോക്ക് മാറ്റി ഒന്ന് തിരിച്ച് എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. പക്ഷേ 10 മിനിറ്റ് എന്ന് പറഞ്ഞത് ഇതാണ്. ഞാൻ 15 മിനിറ്റ് വെച്ചപ്പോൾ നമ്മളെ കേക്കിൻ്റെ അടിഭാഗം ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കറക്റ്റ് മതി ഈ കേക്ക് ഒന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്ക്വയറിലെടുത്ത് കുത്തി നോക്കുമ്പോൾ നല്ല ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് പാന് ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ പോണ്ട് കേക്ക് ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുക. ഞാൻ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്ട്രോബെറി സിറപ്പ് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി സിറപ്പ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി സിറപ്പൊക്കെ നല്ലോണം അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ അടിപൊളി സ്ട്രോബെറി പോണ്ട് കേക്ക് ഇവിടെ റെഡിയായി. ഒരു 10 മിനിറ്റ് വേണ്ടുള്ളൂ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് മേക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പോണ്ട് കേക്ക് ഏതൊരു ഫ്ലേവറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് മേക്കറിൽ തന്നെ പ്ലം കേക്കും ഒക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കേക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇത് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കേക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ തന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ട്രോബെറി പോണ്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നമ്മൾ ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മുടെ സ്ട്രോബെറി സിറപ്പൊക്കെ നല്ലോണം അബ്സോർബ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീഡിയോയുമായും ഒക്കെ വരുന്നവരെ എല്ലാവരോടും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.